ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ട്രഷറി കോഡ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത് 2021 ജൂലൈ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഞാൻ ലോവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകം തന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ എഴുതുന്ന പരീക്ഷ ഇപ്പോൾ ലോവറിൻ്റെ പരീക്ഷയിലും ഇനി ഹയറിൻ്റെ പരീക്ഷയിലും അല്ല എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഒന്ന് പരിചയിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ലെസൺസ് ഒക്കെ കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കുക. അപ്പോൾ അതിലൊക്കെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ അതുപോലെ എൻ്റെ കേരള സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ ഫൈനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, അപ്പോൾ ഇതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ചാനലിൽ ആദ്യമായിട്ടാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, ദ ട്രഷറർ ഷുഡ് മെയിൻറ്റെയിൻ എ ക്യാഷ് ബാലൻസ് ഷീറ്റ് ഇൻ ഫോം 3 എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഫോംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ ബുക്കിൽ ഇപ്പോൾ തന്നെ മറച്ചു നോക്കി ഇതൊക്കെ ഏത് ഭാഗത്താണ് വരുന്നതെന്നൊക്കെ നോക്കി വയ്ക്കണം എന്നുള്ളതാണ്. സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. രണ്ടാമത്തേത്, ഷെഡ്യൂൾ ഓഫ് പേയ്മെൻറ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സർട്ടൻ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിളാണെന്നാണ് അതിൻ്റെ ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 120 കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. അക്കൗണ്ട് കോഡ് വോളിയം 2 ഈ പേപ്പറിൻ്റെ ഒപ്പം വരുന്നതാണ്. അപ്പോൾ വോളിയം 2-ലെ ആ പർട്ടിക്കുലർ ആർട്ടിക്കിളൊക്കെ മറിച്ച് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്, പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ ചോദ്യം, ഫോർ പേയ്മെൻറ്റ്സ് ടു പേഴ്സൺസ് നോട്ട് ഇൻ ഗവൺമെൻറ് സർവീസ്. അത് KTCയുടെ ഏത് ഭാഗത്താണ്, ഏത് റൂളുമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നതെന്നാണ്. അത് 214 ആണ്, ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 214 KTC വോളിയം 1. അത് സമയമുള്ള പക്ഷം നിങ്ങൾ ബുക്കിൽ അത് ഏത് ഭാഗത്താണെന്നൊന്ന് മറിച്ച് നോക്കി കണ്ടുവയ്ക്കുന്നത് നല്ലതാണത്. നാലാമത്തേത്, വാലിഡിറ്റി ഓഫ് അക്കൗണ്ടന്റ് ജനറൽസ് ഓതറൈസേഷൻ ഫോർ ഗ്രാറ്റുവിറ്റി. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ ഗ്രാറ്റുവിറ്റിക്കുള്ള അതിൻ്റെ ഓതറൈസേഷൻ്റെ വാലിഡിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് 3 വർഷമാണ്, ഓപ്ഷൻ എ 3 years ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, സെപ്പറേറ്റ് ചലാൻ ഷുഡ് ബി പ്രസൻറ്റഡ് ഫോർ ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഈച്ച് ഹെഡ് ഓഫ് അക്കൗണ്ട്. അത് KTCയുടെ ഏത് റൂളുമായി ബന്ധപ്പെട്ടാണെന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും, ഈ KTC കേരള ട്രഷറി കോഡിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ റൂൾസുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ബുക്ക് മറിച്ച് നോക്കിയിട്ട് അതിനകത്ത് ആ റൂള് എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ അതിനകത്ത് കിടപ്പുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെയല്ല, അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് ആൻസർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ആറാമത്തെ ചോദ്യം, സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, KTC വോളിയം 1 ആർട്ടിക്കിൾ 20 റൂൾ 25. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ, റൂൾസുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കി ഒന്ന് പരിചയത്തിലായിരിക്കുക. സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണത്. ഏഴാമത്തേത്, അബ്സ്ട്രാക്ട് ഓഫ് കണ്ടിജന്റ് ബിൽ. അത് ഓപ്ഷൻ ഡി ആണ്, 187 റൂൾ 187 ഡി ആണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് 187 റൂൾ എടുത്ത് അതിൻ്റെ സബ് പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോന്നും എന്താണെന്നൊക്കെ ഒന്ന് പരിചയിച്ച് വയ്ക്കുക. എട്ടാമത്തേത്, രജിസ്റ്റർ ഓഫ് മണി ഓർഡേഴ്സ് റിസീവ്ഡ് ഇൻ ട്രഷറി. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, TR5A. ഫോംസും റൂൾസും ഒത്തിരി ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഒമ്പതാമത്തേത്, ഡിസ്പോസൽ ഓഫ് ആർട്ടിക്കിൾസ് ഡെപ്പോസിറ്റഡ് ഫോർ സേഫ് കസ്റ്റഡി ഓഫ് ട്രഷറി റിമെയിൻ അൺക്ലെയിംഡ് ഫോർ മോർ ദാൻ ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഉണ്ടോ? അപ്പോൾ എത്ര നാൾ നമ്മൾ പിൻവലിക്കാതിരിക്കുമ്പോഴാണ് അപ്പോൾ അത് എന്താവുന്നത്, അതിനകത്ത് അൺക്ലെയിംഡ് ആയിട്ട് മാറുന്നതെന്നാണ്. 25 വർഷത്തേക്ക്. ഉണ്ടോ? ഈ പീരീഡ് എപ്പോഴും ഓർത്തിരിക്കണം. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ആ പീരീഡ് ഓർത്തിരിക്കണം. 25 വർഷത്തേക്ക് അത് പിൻവലിക്കാതിരിക്കുമ്പോഴാണ് അത് അൺക്ലെയിംഡ് ആയിട്ട് മാറുന്നത്. 10ാമത്തെ ചോദ്യം, കറൻസി ചെസ്റ്റ് ബാലൻസ് ഈസ് ആൻ അസറ്റ് ഓഫ് ദ ഡാഷ് കെപ്റ്റ് ഇൻ ട്രഷറീസ്. ഈ ചോദ്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കറൻസി ചെസ്റ്റും അതിനകത്തിരിക്കുന്ന അസറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടീസ് ആണത്, ഓപ്ഷൻ എ. ഈ 9ഉം 10ഉം ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒത്തിരി വട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണത്. 11ാമത്തെ ചോദ്യം, പേയ്മെൻറ്റ് ഓഫ് സാലറി ത്രൂ എ മണി ഓർഡർ അറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റ്. ഇത് ട്രഷറി കോഡിൻ്റെ ഏത് ഭാഗത്താണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി 163P ആണ്, ഓഫ് KTC വോളിയം 1. 12ാമത്തെ ചോദ്യം, ബിൽസ് ഫോർ ഡ്രോയിങ് മണി ഓൺ അക്കൗണ്ട് ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂ ഷാൽ ബി പ്രിപ്പയർഡ് ഇൻ ഫോം TR. ഉണ്ടോ? ഫോംസ് എപ്പോഴും ഒത്തിരി ചോദിക്കുന്നുണ്ട്. TR65, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 13ാമത്തെ ചോദ്യം, ഇൻ കേസസ് എ ക്ലെയിം വിച്ച് ഈസ് ഡൗട്ട്ഫുൾ ട്രഷറി ഓഫീസർ ഷുഡ് ഗെറ്റ് ദ ഓർഡേഴ്സ് ഓഫ് അക്കൗണ്ടന്റ് ജനറൽ ആൻഡ് ഓപ്ഷൻ ബി ഡയറക്ടർ ഓഫ് ട്രഷറീസ്.
അതായത് ട്രഷറി ഓഫീസർ ഡൗട്ട്ഫുൾ ആവുന്ന സന്ദർഭങ്ങളിൽ AGയുടെ ക്ലാരിഫിക്കേഷൻ വേണം, അതുപോലെ ഡയറക്ടർ ഓഫ് ട്രഷറീസിൻ്റെ ഓർഡറും കിട്ടിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം അത്തരം ബില്ലുകൾ പാസ്സാക്കി വിടുന്നത്. 14ാമത്തെ ചോദ്യം, റെമിറ്റൻസ് ഫ്രം ഡിസ്ട്രിക്ട് ട്രഷറി ടു ദ മിൻ ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ഇൻ ദ ട്രഷറി അക്കൗണ്ട് ആസ് ഫോറിൻ റെമിറ്റൻസ്. ഓപ്ഷൻ എ. മിൻറ്റ് എന്നുള്ള ഭാഗം അത് ശ്രദ്ധിക്കണം, കേരള അക്കൗണ്ട് കോഡിൽ വരുന്ന ഒരു സെഗ്മെൻ്റാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ്. 15ാമത്തെ ചോദ്യം, പേ ഓർഡർ ചെക്ക് is a negotiable instrument issued by a dash to a bank against which the bank will make payment. ആരാണ് ഈ പേ ഓർഡർ ചെക്ക് ഇഷ്യൂ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ട്രഷറി ഓഫീസറാണ്. ട്രഷറി ഓഫീസർ ബാങ്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. 16ാമത്തെ ചോദ്യം അത് തെറ്റുമൂലം ഒഴിവാക്കിയിരിക്കുന്നതാണ്. 17ാമത്തെ ചോദ്യം, ഡാഷ് ഷാൽ നോട്ട് അക്സെപ്റ്റ് ദ കീ ഫോർ സേഫ് കസ്റ്റഡി അൺലെസ് ഇറ്റ് ഈസ് പ്രോപ്പർലി പാക്ഡ് ആൻഡ് സീൽ. ട്രഷറി ഓഫീസർ ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹം സേഫ് കസ്റ്റഡിയുടെ അതിൻ്റെ കീ ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം കൈപ്പറ്റാതിരിക്കുന്നതെന്നാണ് കണ്ടോ. അപ്പോൾ അത് പ്രോപ്പർലി പാക്ഡ് ആയിരിക്കണം, അതുപോലെ സീൽഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് ട്രഷറി ഓഫീസർ അത് കൈപ്പറ്റുകയുള്ളൂ. 18ാമത്തേത്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ഷുഡ് നോട്ട് ബി റീപെയ്ഡ് ഇൻ. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കണം. EMD നമ്മൾ കോൺട്രാക്റ്റുകൾക്ക് കൊടുക്കുന്ന ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റുകളുണ്ട്. അപ്പോൾ അത് ടെൻഡറുകൾ നടത്തുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് കെട്ടിവെക്കുന്ന തുകയാണ് അത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ചട്ടങ്ങൾ KTCയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ഒരിക്കലും പാർട്ടായിട്ട് തിരിച്ചു കൊടുക്കാൻ പാടില്ല, അത് ഫുള്ളായിട്ട് തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 19ാമത്തെ ചോദ്യം, രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ്. റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് എവിടെയാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 44 ഓഫ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2ൽ വരുന്നൊരു സെഗ്മെൻ്റാണ് അത്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 21ാമത്തെ ചോദ്യം, ട്രഷറി ബിൽ ബുക്ക് ഈസ് എ ബുക്ക് ഇൻ ഫോം. ഓപ്ഷൻ എ TR 74. കേരള ട്രഷറി കോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ട്രഷറി ബിൽ ബുക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷ ചോദിക്കുന്ന ഒരു ഫോംസിലെ ഒരു ക്വസ്റ്റ്യൻ ആണത്. TR 74 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 22ാമത്തെ ചോദ്യം, ദ പെർമനന്റ് അഡ്വാൻസ് ഹാസ് ടു ബി റീകൂപ്ഡ് ഡാഷ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ബിഫോർ എന്നാണ് അത് വരുന്നത്. ഓപ്ഷൻ ഡി. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി എക്സോസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പെർമനന്റ് അഡ്വാൻസുകൾ റീകൂപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അത് തിരിച്ചടയ്ക്കണം എന്നർത്ഥം. 23ാമത്തെ ചോദ്യം, ബാങ്ക് ട്രഷറി മീൻസ് ട്രഷറി ദ ക്യാഷ് ബിസിനസ് ഓഫ് വിച്ച് ഈസ് കണ്ടക്റ്റഡ് ബൈ. ഓപ്ഷൻ ബി ബാങ്ക്. അതായത് ബാങ്കിങ് ട്രഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാങ്ക് ഉണ്ടാവും അതിനോട് ചേർന്ന്. അപ്പോൾ അവരുടെ ക്യാഷ് ബിസിനസ്സുകൾ ചെയ്യുന്നത് ആ ബാങ്ക് ആയിരിക്കും. 24ാമത്തെ ചോദ്യം നോക്കിയേ, നോൺ ബാങ്ക് ട്രഷറി മീൻസ് എ ട്രഷറി ദ ക്യാഷ് ബിസിനസ് ഓഫ് വിച്ച് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ട്രഷറി ഇറ്റ് സെൽഫ് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും 23, 24 നമ്മൾ ശ്രദ്ധിച്ചോളണം. എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ് ബാങ്കിങ് ട്രഷറിയും നോൺ ബാങ്കിങ് ട്രഷറി. ബാങ്ക് ട്രഷറി എന്ന് പറഞ്ഞാൽ അവിടെ ബാങ്ക് ഉണ്ട്, അങ്ങനെയാണ് അതിൻ്റെ ടിപ്പ്. അതാണ്. നോൺ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇല്ല. ബാങ്ക് ഇല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ക്യാഷ് ബിസിനസ് ചെയ്യുന്നത് ട്രഷറി തന്നെയായിരിക്കും. 25ാമത്തേത്, പേ സ്ലിപ്പ് ഈസ് ആൻ ഒതൻറ്റിക്കേഷൻ ഇഷ്യൂഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ. അക്കൗണ്ടന്റ് ജനറൽ ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഗസറ്റഡ് ഓഫീസേഴ്സിന് കൊടുക്കുന്നതാണ് അതിന് പേ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നത് AG ആണ്. 26ാമത്തെ ചോദ്യം, പേ ഇൻ സ്ലിപ്പ് ഈസ് ദ ഫോം ഇഷ്യൂ ടു മേക്ക് ഡെപ്പോസിറ്റ്സ് ടു ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ, നമ്മൾ ട്രഷറി ചെല്ലുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ എഴുതി കൊടുക്കുന്ന ആ സ്ലിപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് പേ ഇൻ സ്ലിപ്പ്. 27ാമത്തെ ചോദ്യം, ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഫോം. അത് ഫോംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫോം 26 ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. 28ാമത്തെ ചോദ്യം, ഓൾട്ടറേഷൻ മെമ്മോറണ്ടം ഇൻ ഫോം. വീണ്ടും ഫോമുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഈ ഓൾട്ടറേഷൻ മെമ്മോറണ്ടം അതുപോലെ അക്കൗണ്ട് കോഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓപ്ഷൻ ഡി TA 8 ആണത് വരുന്നത്. 29ാമത്തേത്, അപ്രോപ്രിയേഷൻ കൺട്രോൾ എക്സ്പ്ലെയിൻഡ് ഇൻ റൂൾ 444 ആണ്. 444. ഓപ്ഷൻ എ. 30ാമത്തെ ചോദ്യം, ഡാഷ് ഹാസ് ടു ഫർണിഷ് എ ലിസ്റ്റ് ഓഫ് സബ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ടു ദ ഡിസ്ട്രിക്ട് ഓർ സബ് ട്രഷറീസ് അറ്റ് വിച്ച് സബ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ആർ ഡ്രോയിങ് ദ ബിൽസ്. ചീഫ് കൺട്രോളിംഗ് ഓഫീസറാണ്. 31ാമത്തേത്, വെൻ ക്ലെയിമിംഗ് പെൻഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം പെൻഷനർ ഹാസ് ടു പ്രൊഡ്യൂസ് ഹിസ് കോപ്പി ഓഫ് ലെറ്റേഴ്സ് ഓഫ് അക്കൗണ്ടന്റ് ജനറൽ. അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ആ ലെറ്ററിൻ്റെ കോപ്പി ആദ്യം ക്ലെയിം ചെയ്യുമ്പോൾ അദ്ദേഹം ട്രഷറിയിൽ കൊടുക്കേണ്ടതാണ്. 32ാമത്തെ ചോദ്യം, പേഴ്സണൽ അപ്പിയറൻസ് ഓഫ് ആപ്ലിക്കൻ ഈസ് ഡാഷ് ഫോർ ഓപ്പണിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ട്രഷറി. ട്രഷറി KTC വോളിയം 2ൽ വരുന്ന സെഗ്മെന്റ്സ് ആണത്. അപ്പോൾ അതിനകത്ത് നോട്ട് കമ്പൽസറി എന്നാണ്. അതായത് നമുക്ക്
ട്രഷറിയിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആളുകൾ പേഴ്സണലി വരണമെന്നില്ല. അവരുടെ പേഴ്സണൽ അപ്പിയറൻസ് കമ്പൽസറി അല്ല. വേണമെങ്കിൽ വരണമെന്ന് നിർബന്ധമില്ല. 33-ാമത്തേത് ട്രഷറി രജിസ്റ്റർ ഓഫ് പേഴ്സണൽ ഡെപ്പോസിറ്റ്സ് ഇൻ ദ ഫോം നമ്പറാണ് വീണ്ടും ഓപ്ഷൻ ഡി TA15. 34-ാമത്തെ ചോദ്യം ആനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് വിൽ ബി ഇൻസിസ്റ്റഡ് ഫ്രം ദ പെൻഷനർ ഹൂ റിസീവ് മന്ത്ലി പെൻഷൻ ത്രൂ ആൻ ഏജന്റ് ഓർ ബാങ്ക് ഹൂ എക്സിക്യൂട്ടഡ് ഇൻഡെംനിറ്റി ബോണ്ട് ആസ് പെർ റൂൾ. ഇതിൻ്റെ റൂളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 280 ഓഫ് KTC വോളിയം 1. 35-ാമത്തെ ചോദ്യം നോ TSB അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മാർച്ച് അണ്ടർ റൂൾ. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ മാർച്ച് മാസത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അത് ഏത് റൂളുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെൻ്റാണ്. മാർച്ച് മാസത്തിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൂള് ഓപ്ഷൻ സി TSB റൂൾ 32. 36-ാമത്തെ ചോദ്യം TSB അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് എ മൈനർ ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ ദ മൈനർ അറ്റൈനിങ് മെജോറിറ്റി. അത് TSB റൂൾ 35. KTC വോളിയം 2-ലാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് പറയുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട് ഞാൻ പോയി കാണുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്, അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയറുകൾ. ഇതൊക്കെ എൻ്റെ വീഡിയോ ലെസൺസിൽ ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 37-ാമത്തേത് ഇഫ് മിസ്ക്ലാസിഫിക്കേഷൻ ഇൻ ദ ട്രഷറി അക്കൗണ്ട് ഈസ് ഡിറ്റക്റ്റഡ് ബിഫോർ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ ഇറ്റ് വിൽ ബി കറക്റ്റഡ് അണ്ടർ ദ ഇനീഷ്യൽസ് ഓഫ് ഓപ്ഷൻ സി ട്രഷറി ഓഫീസറാണ് അവിടെ സൈൻ ചെയ്യുന്നത്. 38-ാമത്തേത് എ ഫ്രഷ് ട്രഷറി ബിൽ ബുക്ക് ഫോർ എ ന്യൂ ഫിനാൻഷ്യൽ ഇയർ ഷാൽ ബി ഒബ്റ്റെയിൻഡ് ബൈ എ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ഓപ്ഷൻ ഡി 223 നോട്ട് 5 ഓഫ് KTC വോളിയം 1. അപ്പോൾ വോളിയം 1-ൽ നമ്മൾ ആ 223 നോട്ടിലാണ് അത് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് കണ്ടോ, അതെല്ലാം തൊട്ടടുത്തുള്ള റൂൾസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ റൂള് നമ്മൾ ബുക്ക് മറിച്ച് നോക്കി കണ്ടുപിടിക്കണം. 39-ാമത്തെ ചോദ്യം ദ പേഴ്സൺ ഓർ ദ പാർട്ടി ടു ഹൂം ഡ്രാഫ്റ്റ് ഈസ് ഗ്രാൻഡഡ് ഈസ് കോൾഡ് എ റെമിറ്റർ. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. റെമിറ്റർ, ഡ്രോയി, പേയി, അതുപോലെ ഡ്രോയർ, ഇതൊക്കെ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. 40-ാമത്തെ ചോദ്യം ദ പേഴ്സൺ ടു ഹൂം ഡ്രാഫ്റ്റ് ഈസ് പേയബിൾ ഈസ് കോൾഡ് ആണ് പേയി. ഉണ്ടോ, പേയി, ഡ്രോയി, ഡ്രോയർ, റെമിറ്റർ, ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോ ലെസൺസിൽ ഞാനതൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. 41-ാമത്തേത് ഡ്രാഫ്റ്റ് ഷാൽ ബി ഇഷ്യൂഡ് ഇൻ സ്പെഷ്യൽ ഫോംസ് ടു ബി ഒബ്റ്റെയിൻ ഫ്രം കറൻസി ഓഫീസർ. എവിടെ നിന്നാണ് അത് ലഭിക്കുന്നതെന്നാണ് ഡ്രാഫ്റ്റ് ലഭിക്കുന്നത്. ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 42-ാമത്തേത് ദ പീരീഡ് ഓഫ് കറൻസി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡ്രാഫ്റ്റീസ്. അതായത് 6 മാസത്തേക്കാണ് അത് കൊടുക്കുന്നത്. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി തീരുമെന്നർത്ഥം. ഓപ്ഷൻ ഡി 6 months ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 43-ാമത്തെ ചോദ്യം ടെമ്പററി റെസിപ്റ്റ് ഫോർ റിസീവിംഗ് ചെക്ക് ഓൺ ഗവൺമെൻറ് അക്കൗണ്ട്. ഗവൺമെൻറ് അക്കൗണ്ടിൽ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടെമ്പററി റെസിപ്റ്റ്, അത് ഓപ്ഷൻ ബി TR6 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 44-ാമത്തെ ചോദ്യം എ ചെക്ക് മീൻസ് എ റിട്ടേൺ ഓർഡർ ആണത്. ഓപ്ഷൻ എ ആണ് അതിന് ഏറ്റവും സ്യൂട്ടായിട്ട് വരുന്നത്. 45-ാമത്തെ ചോദ്യം റീപേയ്മെൻറ്റ് ഓഫ് EMD ഷാൽ ബി മെയ്ഡ് ഓൺ ദ ഒറിജിനൽ ചലാൻ. ഒറിജിനൽ ചലാൻ കാണിക്കുമ്പോൾ മാത്രമാണ് EMD റീപേ ചെയ്യുന്നത്. 46-ാമത്തേത് ട്രഷറി ചെക്സ് ആർ പ്രിന്റഡ് അറ്റ് ഓപ്ഷൻ ബി ഗവൺമെൻറ് പ്രസ്സിലാണ് ട്രഷറിയിലെ ചെക്കുകളൊക്കെ പ്രിന്റ് ചെയ്യുന്നത്. 47-ാമത്തേത് അക്വിറ്റൻസ് റോൾ ഈസ് ഡിഫൈൻഡ് ഇൻ റൂൾ ഓപ്ഷൻ എ 432A ഓഫ് KTC വോളിയം 1 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 48-ാമത്തെ ചോദ്യം ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച് രജിസ്റ്റർ ഈസ് ഇൻ റൂൾ 131D ഓഫ് KTC വോളിയം 1. ഇതൊക്കെ റൂൾസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ആ റൂൾസൊക്കെ ബുക്കിൽ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നതാണ്. 49-ാമത്തെ ചോദ്യം രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻ ഫോം. വീണ്ടും ഫോംസ് ആണ്. ഓപ്ഷൻ ബി TA5 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 50-ാമത്തെ ചോദ്യം മണി കെപ്റ്റ് ഇൻ എ ട്രഷറി സ്ട്രോങ് റൂം വിച്ച് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ജനറൽ ട്രഷറി ടേംഡ് ആസ്. അതായത് ജനറൽ ട്രഷറി അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് വരാത്ത പണം, അതിനെയാണ് നമ്മൾ അനാമത്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി അനാമത്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അനാമത്ത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടെക്നിക്കൽ ടേമാണ്. 53-ാമത്തെ ചോദ്യം ഫോർ വിത്ഡ്രോയിങ് മണി ഫ്രം ട്രഷറി ഓൺ അക്കൗണ്ട് ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂ ഷാൽ ബി പ്രിപ്പയർഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർ ഇൻ ബിൽ ഫോം. ഓപ്ഷൻ ഡി TR65 ആണ്. 51-ഉം 52-ഉം ചോദ്യങ്ങൾ PSC തെറ്റുമൂലം ഒഴിവാക്കിയിരിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. 54-ാമത്തെ ചോദ്യം റീഫണ്ട് ഓഫ് റവന്യൂ ഓപ്ഷൻ എ 200 KTC വോളിയം 1. വോളിയം 1-ലെ KTCയിലെ റൂള് 200-ലാണ് അത് പ്രതിപാദിക്കുന്നത്. 55-ാമത്തെ ചോദ്യം
Withdrawal of pay and allowances by gazetted officers when there is delay in the issue of payslip. അത് പ്രതിപാദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 164 KTC വോളിയം 1. 56ാമത്തെ ചോദ്യം, ചെക്ക് രജിസ്റ്റർ ഫോർ ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ദാറ്റ് പാസ് ദ ഹെഡ് അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതിൻ്റെ വീണ്ടും ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി TA3. 57ാമത്തെ ചോദ്യം, അബ്സ്ട്രാക്ട് ഓഫ് കണ്ടിജന്റ് ബിൽ ഇൻ ഫോം, വീണ്ടും ഫോംസ്, ഓപ്ഷൻ ഡി TR60 ആണ്. 58ാമത്തെ ചോദ്യം, ഫുള്ളി വൗച്ച്ഡ് കണ്ടിജന്റ് ബിൽ ഈസ് വൺ വിച്ച് ഡസ് നോട്ട് റിക്വയർ കൗണ്ടർ സിഗ്നേച്ചർ. ഇറ്റ് ഈസ് ഡ്രോൺ ഇൻ ഫോം, ഓപ്ഷൻ എ TR61. 60ാമത്തെ ചോദ്യം, ഡാഷ് ആൻഡ് ചീഫ് ട്രഷറർ ഷാൽ ബോത്ത് ബി പ്രസന്റ് വെനെവർ ദ സ്ട്രോങ് റൂം ഈസ് ഓപ്പൺ. ചീഫ് ട്രഷററുടെ ഒപ്പം പിന്നെ ആര് കൂടിയാണ് ഉണ്ടാവേണ്ടത് ഏത് സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുമ്പോൾ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെ ഉണ്ടാവേണ്ടത് ട്രഷറി ഓഫീസറാണ്, ഓപ്ഷൻ സി. വീണ്ടും KTCയുടെ റൂൾസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. 61ാമത്തെ ചോദ്യം, സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ടു ബി മെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ആസ് വെൽ ആസ് മെയിൻ്റനൻസ് ഓഫ് ട്രഷറി സ്ട്രോങ് റൂം. ട്രഷറി സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓപ്ഷൻ എ 136, റൂൾ 136 KTC വോളിയം 1. 62ാമത്തേത്, പ്രൊസീജിയർ ഫോർ പ്രിപ്പറേഷൻ ഓഫ് അരിയർ ബിൽസ്. അത് വീണ്ടും റൂൾസുമായി ബന്ധപ്പെട്ടാണ്. KTC വോളിയം 1 176, ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 63ാമത്തെ ചോദ്യം, റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദ എൻട്രീസ് ഇൻ കോളം 7 to 11 ഓഫ് ട്രഷറി ബിൽ ബുക്ക്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിനകത്ത് കോളം 1 to 7 ആരാണ്, 7 to 11 ആരാണ്? അത് എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്. അതിൽ 7 to 11 എൻട്രി ചെയ്യേണ്ടത് ട്രഷറി ഓഫീസറാണ്, ഓപ്ഷൻ സി. 64ാമത്തേത്, ക്യാഷ് ഇൻ ഡിപ്പാർട്ട്മെന്റൽ ചെസ് ഇൻ റൂൾ. ഏത് റൂളുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ഡി 130 KTC വോളിയം 1. 65ാമത്തെ ചോദ്യം, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റൽ ക്യാഷ് ചെസ്റ്റ് അറ്റ് ദ ക്ലോസ് ഓഫ് ഈച്ച് ഡേ ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്. വീണ്ടും അത് റൂളുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ഡി 131 ഓഫ് KTC വോളിയം 1. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഒത്തിരി തെറ്റുകൾ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. കുറേ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ റൂൾസുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. 66ാമത്തെ ചോദ്യം, ബിൽ ആൻഡ് വൗച്ചർ റൂൾ. വീണ്ടും ഓപ്ഷൻ ബി 162 KTC വോളിയം 1. 67ാമത്തെ ചോദ്യം, എ ബിൽ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിംസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. ഓപ്ഷൻ സി ആണ് അതിന് കറക്റ്റ് ആൻസർ. 68ാമത്തേത്, ലൊക്കേഷൻ ഓഫ് കറൻസി ചെസ്. കറൻസി ചെസ്റ്റിന്റെ ലൊക്കേഷനെ കുറിച്ച് പറയുന്ന ഓപ്ഷൻ ബി 149 KTC വോളിയം 1. 69ാമത്തെ ചോദ്യം, പ്രൊസീജിയർ ഫോർ ടൈം എക്സ്പയർഡ് ചെക്സ്. വീണ്ടും റൂൾസ് ആണത്. ഓപ്ഷൻ ബി 249 KTC വോളിയം 1. 70ാമത്തെ ചോദ്യം, പ്രൊസീജിയർ ഫോർ ലോസ്റ്റ് ചെക്ക്. ഓപ്ഷൻ എ 250 KTC വോളിയം 1. 71ാമത്തെ ചോദ്യം, പ്രൊസീജിയർ ഫോർ ക്യാൻസൽഡ് ചെക്ക്. അതും ഏത് റൂളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ KTC വോളിയം 1 251, ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 72ാമത്തേത്, ദ മന്ത്ലി അക്കൗണ്ട്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ട്രഷറീസ് ആർ ടു ബി ക്ലോസ്ഡ് അറ്റ് ദ ഏർലിയസ്റ്റ് ഓഫ് ക്ലോസിംഗ് ദ ട്രാൻസാക്ഷൻസ് ഫോർ ഈച്ച് മന്ത് നോട്ട് ലേറ്റർ ദാൻ, ഓപ്ഷൻ ഡി 6th of സക്സീഡിംഗ് മന്ത്. തൊട്ട് അടുത്ത മാസത്തിൻ്റെ 6ാമത്തെ ദിവസത്തിനുള്ളിലാണ് അത് ചെയ്യേണ്ടത്. 73ാമത്തെ ചോദ്യം, ക്യാഷ് ബുക്ക് ഇൻ ഫോം. ഓപ്ഷൻ എ TR7A. 74ാമത്തേത്, ട്രഷറി ഇറഗുലാരിറ്റി ഡാഷ് ആൻഡ് 48 of KTC വോളിയം 1. ട്രഷറി ഇറഗുലാരിറ്റിയെ കുറിച്ച് പറയുന്നത് റൂൾ ഓഫ് 40ലും 48ലാണ്, ഓപ്ഷൻ സി 40. 75ാമത്തേത്, ഒപ്പിയം ആൻഡ് ഗഞ്ച മെൻഷൻഡ് ഇൻ. ഒപ്പിയത്തെക്കുറിച്ചും ഗഞ്ചയെക്കുറിച്ചും അതെങ്ങനെയാണ് ട്രഷറി സ്ട്രോങ് റൂമിൽ കീപ്പ് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് റൂള് 156 ഓഫ് KTC വോളിയം 1. 76ാമത്തെ ചോദ്യം, കൺസോളിഡേറ്റഡ് ട്രഷറി റിസീപ്റ്റ് റൂൾ ഡാഷ് 123 ഓഫ് KTC വോളിയം 1. 122 to 123 ആണ്. 77ാമത്തെ ചോദ്യം, പേയ്മെന്റ് ഓഫ് അരിയേഴ്സ് ഓഫ് പേ ആൻഡ് അലവൻസസ് ഓഫ് എ ഡിസീസ് ഗവൺമെന്റ് സർവന്റ്. ഏത് റൂളാണെന്നാണത്? ഓപ്ഷൻ ബി 212A. 78ാമത്തേത്, ദ രജിസ്റ്റർ ഓഫ് റെസീപ്റ്റ്സ് അണ്ടർ റവന്യൂ ഡെപ്പോസിറ്റ്സ്. വീണ്ടും അത് ഫോംസുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ എ TA13ലാണ് അത് വരുന്നത്. 79ാമത്തെ ചോദ്യം, ട്രാൻസാക്ഷൻ വിത്ത് ട്രഷറീസ് ബൈ ചെക്സ് ബൈ ഫോറസ്റ്റ് ആൻഡ് PWD ഡിപ്പാർട്ട്മെന്റ്സ്. അത് ഓപ്ഷൻ ഡി റൂൾസ് 258 to 266 KTC വോളിയം 1. 80ാമത്തെ ചോദ്യം, ദ ചെക്സ് ഡ്രോൺ അണ്ടർ ഡാഷ് ഷുഡ് ബി പ്രസന്റഡ് ടു ദ ട്രഷറി കൺസേൺ ഈവൻ ഇഫ് ഇറ്റ് ട്രാൻസാക്ട്സ് ത്രൂ ബാങ്ക് ടു ഫെസിലിറ്റേറ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ബൈ PWD ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ്.
PWDയുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കേസിൽ ഇതിനെ നമ്മൾ പറയുന്നത് ഓപ്ഷൻ സി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. 81ാമത്തേത് എ ഗവൺമെൻറ് സെർവൻറ്റ് ഹൂ റിട്ടേഴ്സ് ഓൺ പെൻഷൻ ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ബിഫോർ ദ ട്രഷറി ഓഫീസർ ഫോർ ഡ്രാവൽ ഓഫ് പെൻഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓപ്ഷൻ സി. 82ാമത്തെ ചോദ്യം ഗസറ്റഡ് ഓഫീസേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു ക്ലെയിം ദർ സാലറി ഫ്രം ദ ട്രഷറി ഓഫ് ജൂറിസ്ഡിക്ഷൻ ഈസ് അറ്റാച്ച്ഡ്. അത് ഏത് റൂളുമായി ബന്ധപ്പെട്ടാണ് കിടക്കണമെന്നാണ്. അത് KTC വോളിയം 1 റൂള് 168A അത് പ്രതിപാദിക്കുന്നത്. 83ാമത്തെ ചോദ്യം TSB റൂൾസ് 53 ഓഫ് അപ്പൻഡിക്സ് 3 KTC വോളിയം 2. KTC വോളിയം 2ൻ്റെ അപ്പൻഡിക്സ് 3 എന്തുമായി ബന്ധപ്പെട്ടാണെന്നാണ്. അത് റൂള് 53 ട്രഷറി സെക്യൂരിറ്റി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 84ാമത്തേത് ദ പൊസിഷൻ ഓഫ് സെൻട്രീസ് ഹൂ ഗാർഡ് ദ ട്രഷറി സ്ട്രോങ് റൂം. അവരുടെ പൊസിഷൻ എന്തായിരിക്കണം എന്നാണ്. അത് ഓപ്ഷൻ ഡി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. 85ാമത്തെ ചോദ്യം ക്ലിയറൻസ് രജിസ്റ്റർ. അത് ഓപ്ഷൻ എ ആണ് 125 ഓഫ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. 86ാമത്തേത് ദ സബ്സ്ക്രൈബേഴ്സ് ഓഫ് കണ്ടിജന്റ് ബിൽസ് ഷുഡ് ബി പ്രിസർവ്ഡ് അലോങ് വിത്ത് ദ കണ്ടിജന്റ് ബിൽ ഫോർ ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. എത്ര നാളത് സൂക്ഷിച്ചു വെക്കണം എന്നാണ്. അതിന് ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് KTC വോളിയം 2 ഒരു സെഗ്മെന്റ് വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ്. അത് ശ്രദ്ധിച്ചു വെച്ചോളണം നിങ്ങൾ. അപ്പോൾ ഈ കേസിൽ അത് 3 വർഷമാണ്. ഓപ്ഷൻ സി 3 years ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 87ാമത്തെ ചോദ്യം ലൈഫ് ടൈം അരിയർ ഓഫ് പെൻഷൻ ഉണ്ടോ. വീണ്ടും അത് റൂൾസുമായി ബന്ധപ്പെട്ടാണ്. KTC വോളിയം 1 റൂൾ 299 to 300 വരെയാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 88ാമത്തെ ചോദ്യം ദ ലിസ്റ്റ് ഓഫ് പേയ്മെന്റ് ടു ബി സെൻഡ് ബൈ ദ ഡാഷ് ടു ദ അക്കൗണ്ടന്റ് ജനറൽ. ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ. 89ാമത്തെ ചോദ്യം ദ TSB അക്കൗണ്ട് ഡാഷ് ബി ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ ഡെപ്പോസിറ്റർ. TSB അക്കൗണ്ട് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫേർഡ് എന്നാണ്. ഞാൻ പറഞ്ഞില്ല TSB അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സെഗ്മെന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. KTC വോളിയം 2 വരുന്ന കാര്യമാണത്. 90ാമത്തെ ചോദ്യം ദ പീരീഡ് ഓഫ് കറൻസി ഓഫ് ക്യാഷ് ഓർഡർ ഈസ്. ക്യാഷ് ഓർഡറിൻ്റെ പീരീഡാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 3 months ആണത്. പക്ഷേ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി ഇല്ലാതാവുന്നതാണ് അതിനർത്ഥം. 91ാമത്തെ ചോദ്യം ദ പീരീഡ് ഓഫ് കറൻസി ഓഫ് ഡ്രാഫ്റ്റ് ഈസ്. ഉണ്ടോ ഡ്രാഫ്റ്റ് ചെക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. അതിൻ്റെ പീരീഡ് ഓഫ് കറൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലിഡ് പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 6 months. 92ാമത്തേത് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. അത് ഏത് റൂളുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെന്നാണ്. ഓപ്ഷൻ ഡി TSP റൂൾസ് 57, 8 and 9 ആണ് വരുന്നത്. 94 ഫോം നമ്പർ ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഫോർ റെമിറ്റിംഗ് മണി ഇൻ ടു ദ ട്രഷറി. ഉണ്ടോ TR 12 എന്നാണ് അതിന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 95 സ്റ്റേറ്റ്മെന്റ് ഓഫ് ലാപ്സ് ഡെപ്പോസിറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സിവിൽ കോർട്സ് ഡെപ്പോസിറ്റ് ഈസ് ടു ബി പ്രിപ്പയർഡ് ബൈ റെസ്പെക്റ്റീവ് കോർട്സ് and sent to the treasury officer and dash. ട്രഷറി ഓഫീസറെ കൂടാതെ അത് ആ സ്റ്റേറ്റ്മെന്റ് ആർക്കാണ് അയക്കേണ്ടതെന്നാണ്. ലാപ്സ്ഡ് ഡെപ്പോസിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് അത് പിന്നെ അയക്കേണ്ടത് അക്കൗണ്ടന്റ് ജനറലാണ്. ഓപ്ഷൻ ബി. 96ാമത്തെ ചോദ്യം ദ സബ് ട്രഷറി ഓഫീസർ ഈസ് കോമ്പിറ്റന്റ് ടു പേ ദ ഡിസ്കൗണ്ട് ഡയറക്ട്ലി ഓൺ ദ വാല്യൂ ഓഫ് സ്റ്റാമ്പ്സ് പേപ്പേഴ്സ് സോൾഡ് ടു ലൈസൻസ് സ്റ്റാമ്പ് വെണ്ടേഴ്സ്. വീണ്ടും റൂൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് KTC വോളിയം 1 6 of 3 6ന്റെ റൂൾ 6ന്റെ സബ് പാർട്ടാണത്. 98ാമത്തെ ചോദ്യം പ്രൊസീജിയർ ഫോർ അക്സെപ്റ്റിംഗ് ചെക്സ് ഇൻ പേയ്മെന്റ് ഓഫ് ഡ്യൂസ് ടു ഗവൺമെന്റ്. KTC വോളിയം 1 വീണ്ടും റൂളാണ്. റൂൾ 90B അത് വരുന്നത്. 99ാമത്തെ ചോദ്യം ഇൻ ദ കേസ് ഓഫ് മണി ഓർഡർ പെൻഷൻ ഡാഷ് ഓഫ് പെൻഷൻ പേയ്മെന്റ് ഓർഡർ വിൽ ബി കെപ്റ്റ് ബൈ ദ ട്രഷറി ഓഫീസർ. കണ്ടോ മണി ഓർഡർ ആയിട്ടാണ് പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ പെൻഷൻ ഓർഡറിന്റെ ഓപ്ഷൻ എ ബോത്ത് ഹൗസ് 2 പകുതികളും ട്രഷറി ഓഫീസറാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. 100ാമത്തെ ചോദ്യം എ പെൻഷൻ ഓർഡർ വിൽ ലാപ്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലെയിം ഫോർ മോർ ദാൻ. എത്ര നാൾ അത് ക്ലെയിം ചെയ്തായിരുന്നാലാണ് പെൻഷൻ ഓർഡർ ലാപ്സ് ആവുന്നത്. ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 99ഉം 100ഉം ശ്രദ്ധിക്കണം കേട്ടോ. 100ന്റെ ഓപ്ഷൻ ഡി ആണ് 3 years. 3 വർഷം പെൻഷൻ വാങ്ങിയില്ലെങ്കിലാണ് അത് ലാപ്സായി പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ചോദ്യങ്ങൾ ഒഴിവായി പോയിട്ടുണ്ട് തെറ്റുമൂലം. മറ്റ് ചോദ്യങ്ങൾക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ആയിട്ട് പരിചയത്തിലാവുക. ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.